ഹായ് ഗൈസ്. അപ്പം ഇന്ന് നമുക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. അതായത് നമ്മൾ കാറിൻ്റെ സൈക്കിള് കണക്ട് ചെയ്യുന്ന ഫോളോ മീ തണ്ടത്തിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് ശരിയാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ എറണാകുളത്ത് യുണൈറ്റഡ് ബൈസൈക്കിൾസ് അവർ നമുക്ക് അതിനെന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇന്ന് എറണാകുളം വരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോടാണുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് എറണാകുളം പോയിട്ട് അപ്പോൾ സൈക്കിൾ നമ്മൾ ഓൾറെഡി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അത് പാർസലാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ട്രെയിനിൽ എറണാകുളം പോകും. എന്നിട്ട് അവിടെ പോയിട്ട് സൈക്കിളിൻ്റെ കംപ്ലയിൻറ്റ് റെഡിയാക്കിയിട്ടാണ് നമ്മൾ തിരിച്ചിവിടെ കോഴിക്കോട് തന്നെ വരും. എന്നിട്ട് വീണ്ടും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 6 മണിക്കാണ് നമ്മൾ ട്രെയിനുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കണം. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 വീക്കൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് ഈ ജേണീൻ്റെ ഇടയിൽ നമുക്ക് ആകെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മോൻ്റെ സൈക്കിൾ കണക്ട് ചെയ്തിട്ടില്ല ഫോളോ മീ ടാൻഡത്തിന് വരുന്നൊരു കംപ്ലയിൻറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് സ്മൂത്തായിട്ടാണ് പോയിരുന്നത്. അതായത് നമ്മൾ വിചാരിച്ചതിലേറെ ഈസി ആയിട്ടും നമ്മൾ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നമ്മൾ നല്ലൊരു ടാസ്ക്കാണല്ലോ എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ കുട്ടികളും ഉണ്ട് നമ്മളെ കൂടെ, പോരാത്തതിന് നമ്മൾ സൈക്കിളിലാണ് റൈഡ് ചെയ്ത് പോണത്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. നമ്മൾ പറ്റുമെങ്കിൽ ടെൻ്റ് അടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റൂം എടുത്തിട്ട് പോകും. അങ്ങനെ ഓരോ ദിവസം നമ്മൾ ഇപ്പോൾ വിചാരിക്കാത്ത മാതിരി കാര്യങ്ങളൊക്കെ നടന്നു പോവുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ടെൻഷനൊക്കെ ഉണ്ടായിന്. അപ്പോൾ നമുക്ക് ഈ ഒരു ത്രൂ ഔട്ട് ഈ ജേണിയിൽ നമുക്ക് ആകെ ഒരു പ്രശ്നം വരുന്നത് മോൻ്റെ ഈ സൈക്കിളിൻ്റെ ഒരു പ്രശ്നമാണ്. ബാക്കിയും എല്ലാം നമ്മൾ വിചാരിച്ചില്ലേറെ അൽഹംദുലില്ലാ ഉഷാറായിട്ടാണ് പോയത്. അപ്പോൾ ഇതിനൊരു കറക്റ്റ് സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തേണ്ടതിന്. അപ്പോൾ നമ്മൾ കോഴിക്കോട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്കതിന് പറ്റിയില്ല. അപ്പോൾ നമ്മൾ യുണൈറ്റഡ് ബൈസൈക്കിളത്തെ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ റിലേറ്ററിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് മുരുകണ്ണൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു കറക്റ്റ് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളത് അറിഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ നേരെ കോഴിക്കോട് നിന്ന് എറണാകുളം എറണാകുളത്ത് എത്തിയിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് കോഴിക്കോട് തന്നെ വന്നിട്ട് നമുക്ക് പിന്നെ റൈഡ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ സൈക്കിൾ ഹസ്ബൻഡിൻ്റെയും അതേപോലെ തന്നെ മോൻ്റെയും സൈക്കിള് കോഴിക്കോട് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അത് പാർസലാക്കി. അപ്പോൾ അതിന് ചെറിയൊരു പേയ്മെൻറ്റ് എന്തോ ഉണ്ട്. എന്നാലും അവർ സേഫായിട്ട് സൈക്കിള് കറക്റ്റ് എവിടെയാണോ കൊണ്ടുപോകേണ്ടത് അവിടെ കാക്കി തരും. നമ്മൾ തലേ ദിവസം ഈവനിങ് തന്നെ മോൻ്റെ സൈക്കിള് അവിടെ കൊണ്ടാക്കിനി. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ എറണാകുളത്ത് പോകുമ്പോൾ കൊണ്ടുപോകണില്ല. നമുക്ക് അത്യാവശ്യം മാത്രമുള്ള എല്ലാവർക്കും ഒരു ജോഡി ഡ്രസ്സ് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് എത്ര ദിവസം നിൽക്കേണ്ടി വരുമോ അത് അന്ന് തന്നെ പോരാൻ പറ്റുമോ എന്നുള്ളത് അറിയാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോ ജോഡി ഡ്രസ്സ് മാത്രം എടുത്തിട്ടാണ് പോയി. ബാക്കി സാധനങ്ങളെല്ലാം സൈക്കിളാണെങ്കിലും അതേപോലെ തന്നെ നമ്മളെ ലഗേജ് എല്ലാം റൂമിൽ സേഫാക്കി വെച്ചിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിന് മുരുകണ്ണൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതിനെന്തായാലും ഒരു സൊല്യൂഷൻ കിട്ടും എന്നുള്ളത്. ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അറിയാം നമുക്ക് അത്യാവശ്യം വെല്ലുവിളികളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. കാരണം അപ്പോൾ നമുക്കിത് ടൈം എടുത്തിട്ടുള്ള പോലെ ചെയ്യാൻ പറ്റുക. കുട്ടികളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ടൈം എടുത്തിട്ട് ഈ റൈഡ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ കംപ്ലൈൻറ്റും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മുന്നിലുണ്ടാവും നമുക്കറിയാം. അപ്പോൾ അത് എന്തായാലും നമ്മൾ തന്നെ ഫേസ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെന്ത് റിസ്ക് എടുക്കാനും നമ്മൾ തയ്യാറായിട്ട് തന്നെയാണ് നമ്മൾ ഈ റൈഡിന് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ ഒരു 6:20 നമ്മൾ ട്രെയിന്. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മൾ സൈക്കിളും പോയിട്ടില്ല. മേ ബി നമ്മൾ പോണ ട്രെയിനിലാവും നമ്മൾ സൈക്കിളും പോകുന്നുണ്ടാവുക. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട് ട്രെയിനിൽ, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തു. ട്രെയിന് കുറച്ച് സമയം ഡിലേ ആയിക്കണ്. എന്നാലും നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് മക്കൾക്ക് കഴിക്കാൻ ഓരോ സ്നാക്സും കാര്യങ്ങളും അവരെ അത്രയും നേരം പിടിച്ച് നിർത്തണ്ടേ. പിന്നെ ആര്യനക്ക് ട്രെയിനിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അവന് ട്രെയിൻ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ നിൽക്കുമ്പോൾ ട്രെയിന് പോകണ കണ്ടു കഴിഞ്ഞാൽ ആര്യക്ക് കുക്കുവണ്ടിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ട്രെയിനിൽ പോകാൻ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ ഈ ട്രെയിനിൽ പോകുക പറയുമ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. അവനെ ട്രെയിനിൽ കയറ്റാലോ എന്നുള്ളൊരു സന്തോഷം. രാവിലെ നേരത്തെ നീക്കൊക്കെ ചെയ്തതിന് ആൾ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ ട്രെയിന് വെയിറ്റ് ചെയ്ത് അങ്ങനെ അവസാനം ട്രെയിന് വന്ന് നോക്കുമ്പോഴാണ് ഭയങ്കര തിരക്കാണ് ട്രെയിനിൽ.
നമ്മൾ പ്രതീക്ഷയിലേറെ തിരക്കുണ്ടായിന്. അപ്പോൾ പിന്നെ നമ്മൾക്ക് മുകളിലാണ് സീറ്റ് കിട്ടിയത്. ഇതൊന്നും നോക്കിയില്ല, അവിടെ കയറിയിരുന്നു. അപ്പം തിന്നൽ തുടങ്ങിയതൊക്കെ കാരണം ഈ കുട്ടികൾക്കാന്ന് പറഞ്ഞ് മേടിച്ചിട്ട് ഈയാണല്ലോ ഇരുന്ന് കഴിക്കണത്. ഞങ്ങളെല്ലാവരും അവിടെ അങ്ങനെ ഇരുന്നു. ഏകദേശം ഒരു 10-10:30 ആയപ്പോൾ നമ്മൾ എറണാകുളത്തെത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ 6:20 കയറിയിരുന്നതല്ലേ, 10:30-11 കഴിക്കണം നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മളവിടെ ഹോട്ടലിൽ കയറിയിട്ട് പൊറാട്ടയും ബീഫൊക്കെ കഴിച്ചിട്ട് നേരെ പിന്നെ വിട്ടത് പാർസൽ മേടിക്കാനായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് വന്ന് അവിടെ എത്തിയപ്പോഴത്തേനും നമ്മളെ പാർസലൊക്കെ റെഡി ആയിട്ടുണ്ടായിന്, അവിടെ വന്ന് സെറ്റായിന്. അപ്പോൾ നമ്മൾ പിന്നെ ഇനിയിപ്പോൾ നേരെ നമുക്ക് ഇനി അടുത്ത ടാസ്ക് എന്ന് പറയണത് ഇതിനി മുരുകേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിക്കണം. അപ്പോൾ അത്യാവശ്യം 2 സൈക്കിളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കാറെടുത്ത് ശരിയാവില്ല. നമ്മൾ അപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ട് വലിയ വണ്ടി ബുക്ക് ചെയ്ത് അങ്ങനെ അവിടേക്ക് പോകാമെന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയത് എറണാകുളത്തായിരുന്നു. നമ്മൾ ആലുവയിലാണ് ഇറങ്ങിയെന്ന് വെച്ചാൽ അവിടുന്ന് ഇത്ര 10-15 കിലോമീറ്റർ മുരുകേട്ടൻ്റെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ നമ്മൾ ഇവിടെ എറണാകുളം ജംഗ്ഷനിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ദൂരം ഒരു 10-22 കിലോമീറ്ററൊക്കെ പോവുകയുണ്ടായിന് നമുക്ക് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും നമുക്കറിയില്ലല്ലോ, നമ്മൾ നേരെ എറണാകുളത്തൊക്കെ ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത് അങ്ങനെ പോയത്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ട് എത്താൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഫൈനലി മുരുകേട്ടൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അവർ ബിസി ആയിരുന്നു. പക്ഷെ നമ്മൾ വന്നതുകൊണ്ട് തന്നെ നേരെ പിന്നെ നമ്മൾ സൈക്കിളിലേക്ക് തിരിഞ്ഞു അവർ. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേന് ആര്യന് നല്ലോണം ഉറങ്ങിയിന്. അപ്പോൾ ആര്യനെ അവിടെ അവരെ വീടിൻ്റെ ഉള്ളിൽ തന്നെ കിടത്തി ഉറക്കി. ഞാനും കുറച്ച് നേരം, സത്യം പറഞ്ഞാൽ ഞാനും മുരുകേട്ടൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊരു തലക്കൊരു മന്ദപ്പേന്. തലേ ദിവസം ബീച്ചിൽ നിന്ന് ഞാൻ 2 മണി 3 മണിയൊക്കെ കഴിക്കണം തിരിച്ചെത്തിയപ്പോൾ. അപ്പോൾ എനിക്ക് ആ ഒരു ഉറക്കക്ഷീണം ഉണ്ടായിന്. ഉറക്കക്ഷീണം പിന്നെ ട്രെയിനിൽ വന്ന് അങ്ങനെ ഇരുത്തിരുന്ന് അങ്ങനെ പോകുന്ന ക്ഷീണമൊക്കെ പാടെ ആരിൻ്റെ കൂടെ ഞാനും കുറച്ച് നേരം കടന്നു. അവരുടെ അടുത്ത് സംസാരിക്കാനൊന്നും എനിക്ക് നിൽക്കാൻ വയ്ക്കുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ വേഗം കുറച്ച് നേരം കടന്ന് ഒരു മണിക്കൂറൊക്കെ ഏകദേശം ഉറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ മാറി ഞാൻ ഏറ്റു വന്നു. എന്നിട്ടാണ് ഞാൻ പിന്നെ മുരുകേട്ടനോടും അവിടെ അവരെ വൈഫ് ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും ഇത് സൈക്കിളിൻ്റെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എന്തോരം കളക്ഷൻ ഓഫ് സൈക്കിൾസ് അവിടെ ഉള്ളത് അറിയാം. ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്താണ്. ഞാനപ്പോൾ അത് ഈ സൈക്കിളിൻ്റെ കളക്ഷന് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം അവർ കാഹിൻ്റെ സൈക്കിൾ ശരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് തന്നെ ഒരു റോങ് ഡിസിഷനായിരുന്നു. അവൻ്റെ സൈക്കിളിന് അത്യാവശ്യം വെയിറ്റ് കൂടുതലാണ്. പിന്നെ അവരെന്തായാലും അതിനൊരു കറക്റ്റ് സൊല്യൂഷൻ നമുക്ക് ചെയ്ത് തന്നെ നമ്മളെ സൈക്കിളൊക്കെ ചെക്ക് ചെയ്ത് അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി അതൊക്കെ സെറ്റാക്കി തന്നിട്ട് നമ്മളവിടുന്ന് പറഞ്ഞേച്ചാൽ നമ്മളവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഇരുന്ന് അമ്മയും വൈഫും അച്ഛനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. അവരെ വീടിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ എന്തോരം സൈക്കിൾസ് അറിയോ. ഞാൻ ഓരോ സൈക്കിളും സെപ്പറേറ്റ് എടുത്താണ്. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ തന്നെ സെപ്പറേറ്റ് ചെയ്യണം, കാരണം അത്രത്തോളം കളക്ഷൻ ഉണ്ട്. അതിപ്പോൾ എനിക്ക് ഞാൻ കണ്ട പോലെ തന്നെ നിങ്ങളൊക്കെ കാണിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരാൻ നേരമായപ്പോഴത്തേന് ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. 8:30 ഒരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതിന് പോകാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ ആലുവയിലാണ് പോയിട്ടാണ് ട്രെയിൻ കയറുന്നത്. സൈക്കിളും അവിടെ നിന്ന് തന്നെ പാർസലാക്കാൻ വിചാരിച്ച് അവിടുന്ന് ഏകദേശം 10-15 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓട്ടോയിലാണ് സൈക്കിളും ഞങ്ങളൊക്കെ പാടെ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇനി കോഴിക്കോട് പോകണം. ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോകുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ കോഴിക്കോട് നിന്ന് കണ്ണൂർ പോകണം. അപ്പോൾ സൈക്കിൾ ഏകദേശം പ്രശ്നമൊക്കെ തീർന്നിരിക്കണം. എന്തായാലും അവിടെ വരെ പോയി അത് നേരാക്കി തിരിച്ചു പോകുന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ നമ്മളെ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം.